ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ഇതുപോലെ സപ്പോർട്ടും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ളൊരു ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് എന്നെയും കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം വേണം. അതായത് അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. എനിക്കറിയുന്നതും അവർക്ക് അതൊരു ഒരു ഒരു എന്താ പറയുക, എന്തെങ്കിലും അവർക്കൊരു അതിനെയും കൊണ്ട് ഒരു വീഡിയോ കാണുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവണം. അല്ലാണ്ട് ചുമ്മാ കയറി ഓരോ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് എയിം ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്, ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ളതും. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ജോബ് ഓഫറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഉള്ളവർക്ക് ആണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന വേക്കൻസിയിലേക്ക് ൽ എക്സ്പീരിയൻസ് മിനിമം ഒരു 1 ഇയർ എക്സ്പീരിയൻസേലും ൽ ഉണ്ടാവണം. അവർക്ക് ഏറ്റവും മുൻഗണന കൂടുതലാണ് കേട്ടോ. അപ്പോൾ ജോബ് എവിടേക്കാന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ നമ്മുടെ ലാൻഡ്മാർക്ക് കമ്പനിയിലാണ് കേട്ടോ. ലാൻഡ്മാർക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം. ലെ തന്നെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. അവരുടെ അണ്ടറിൽ കുറേ ഇതുണ്ട്. അതായത് മാക്സ്, സെൻറ്റർ പോയിന്റ്, അതുപോലെ തന്നെ ഹോം സെൻറ്റർ, സ്പ്ലാഷ്, ഇതൊക്കെ അവരുടെ അണ്ടറിലാണ്. ഇതിലും കൂടുതൽ അവരുടെ അണ്ടറിൽ കുറേ സംഭവങ്ങൾ, മീൻസ് കുറേ ഇതുകളുണ്ട്. എനിക്ക് അറിയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത്. വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർക്കും കാർപ്പൻറ്റർക്കും ആൻഡ് ഹെൽപ്പർക്കും ആണ് വേക്കൻസി. ഈ 3 ഇതിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഡ്രൈവർക്ക് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. പിന്നെ ൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. പിന്നെ അറിയാലോ, ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വിസ കാര്യങ്ങൾ, അത് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നിങ്ങൾ പോകുമ്പോൾ പാസ്പോർട്ട്, വിസ, ഏത് വിസയാന്നുള്ളത് അത്, പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ എന്താ പറയുക, ഇവിടെ വർക്ക് ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു ഇത്, പിന്നെ കറന്റ് CV, ഇതെല്ലാം ഉണ്ടായിരിക്കണം കേട്ടോ. വാക്കിംഗ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ എന്താ പറയുക, നല്ല തിരക്കായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ മോർണിംഗ് തൊട്ടിട്ട് ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നേരത്തെ പോയിട്ട് എന്താ പറയുക, മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലാൻഡ്മാർക്ക് ഒരു നല്ല കമ്പനിയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അതിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അത്രയും സ്ട്രോങ് ആയി പറയുന്നത്. നമുക്ക് ബെനിഫിറ്റ്, ടാർജറ്റുകൾ, കാര്യങ്ങളുണ്ട്. ബേസിക് സാലറി 1800 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങളും, ടാർജറ്റും കാര്യങ്ങളൊക്കെ അവർ ഓരോ മാസം തരും. അതിലൊക്കെ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാലറി, കാര്യങ്ങൾ, ഇൻക്രിമെൻ്റ് ഒക്കെ ഉണ്ട്. എല്ലാ വർഷവും ഇൻക്രിമെൻ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ ആനുവൽ ലീവ്, ടിക്കറ്റ്, അക്കോമഡേഷൻ എല്ലാം പക്കയാണ്. അവിടുത്തെ ലാൻഡ്മാർക്കിൽ വർക്ക് ചെയ്തവർക്കും അറിയുന്നവർക്കും ഒക്കെ അറിയാം, എല്ലാം പക്കയാണ്. നമ്മുടെ സാധാ ഗവൺമെന്റ് ജോലി എങ്ങനെയാണ് അതേപോലെയാണ് ലാൻഡ്മാർക്ക് കമ്പനിയിൽ. അതേ സിസ്റ്റം തന്നെയാണ് അവരും ഫോളോ ചെയ്യുന്നത്. അതേ ബെനിഫിറ്റും അതേ അലവൻസും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. ഒരു നല്ല കമ്പനിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീഡിയോ എടുത്ത് ഇടാനുള്ളത് കാരണം. പിന്നെ എന്താ വെച്ചാൽ കാർപ്പൻറ്ററിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചറിൻ്റെ ഇതിലാണ് വരുന്നത്. അതിൽ 2 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പിന്നെ ഹെൽപ്പർ അവർക്കും 1400, കാർപ്പൻറ്റർക്ക് 1800 ആണ് സ്റ്റാർട്ടിങ് സാലറി. വിത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും ഇൻ്റർവ്യൂയുടെ പെർഫോമൻസും അനുസരിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ സാലറിയും കാര്യങ്ങളൊക്കെ കേട്ടോ. സ്റ്റാർട്ടിങ് ചെയ്യുന്നത് 1800, ഡ്രൈവർക്ക് 1800, 1800, 1400 അങ്ങനെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ലൊക്കേഷനൊക്കെ ഞാനിവിടെ ഈ വീഡിയോയുടെ ഇതിൽ കൊടുക്കാം. മാക്സിമം എല്ലാവരും പോയിട്ട് ഇതാക്കാം. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് വരുന്നത്, അതായത് ജബലലിയിലാണ് വരുന്നത്. പക്ഷെ കുഴപ്പമില്ല, മെട്രോയും കാര്യങ്ങളും ഉണ്ടല്ലോ. മെട്രോ ഇറങ്ങിയിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ടാക്സിയും കാര്യങ്ങളൊന്നും അവിടെ കിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്ത് പോകുമായിരിക്കും ഒന്നും കൂടി നല്ലത്. ഈ എന്താ പറയുക, ഇൻഡസ്ട്രിയൽ ഏരിയ ആ ജബലരി വരെ എനിക്ക് തോന്നുന്നു മെട്രോ ഉണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് പിന്നെ നിങ്ങൾ എന്താക്കുക, മെട്രോ സ്റ്റേഷനിൽ ടാക്സി എടുത്ത് പോകേണ്ടി വരും. എന്താ വെച്ചാൽ ആ ഭാഗത്തൊന്നും ടാക്സി കാര്യങ്ങളില്ല. പിന്നെ ഓൺ വെഹിക്കിൾ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എന്താക്കുക, ജോലി കിട്ടുമെന്ന് നോക്കാം. കുറേ പേര് ജോലി അന്വേഷിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.